ആശാപ്രവർത്തകരുടെ അവകാശങ്ങൾ ഉന്നയിച്ച് ഓഗസ്റ്റ് 18-ന് കേന്ദ്ര സർക്കാരിനെതിരെ തിരുവനന്തപുരത്ത് മഹാറാലിക്ക് ആഹ്വാനം ചെയ്ത് ആശാ വർക്കേഴ്സ് ആൻഡ് ഫെസിലിറ്റേഴ്സ് ഓഫ് ഇന്ത്യ. ആശമാരുടെ ഇൻസെന്റീവ് 3500 രൂപയായി വർദ്ധിപ്പിച്ചെന്ന കേന്ദ്ര സർക്കാരിന്റെ മറുപടി നുണപ്രചാരണമാണെന്ന് CITU ദേശീയ സെക്രട്ടറി AR സിന്ധു കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഈ മാസം 22-ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP-യുടെ ചോദ്യത്തിനായിരുന്നു പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിന്റെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടി. ആശാപ്രവർത്തകരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തിനും കേന്ദ്രം നൽകുന്ന ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിലും എന്ത് നിലപാട് സ്വീകരിച്ചുവെന്നായിരുന്നു ഈ മാസം 22-ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ ചോദിച്ചത്. എന്നാൽ ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് നൽകിയ മറുപടിയിൽ ആശാവർക്കർമാരെ സന്നദ്ധ പ്രവർത്തകരായി മാത്രമേ അംഗീകരിക്കാൻ കഴിയൂ എന്ന നിലപാട് ആവർത്തിച്ചു. കേന്ദ്ര പദ്ധതിയാണെങ്കിലും ആശാമാരുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനാണ് പൂർണ്ണമായ ഉത്തരവാദിത്വമെന്നും മറുപടിയിൽ വ്യക്തമാക്കി. ഇതോടൊപ്പമാണ് കേന്ദ്രം നൽകുന്ന ഇൻസെന്റീവ് 2000 രൂപയിൽ നിന്നും 3500 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചെന്ന വിവരവും അറിയിച്ചത്. 2025 മാർച്ച് 4 നടന്ന മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പിന്റെ 9ാമത് യോഗത്തിലാണ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും കേന്ദ്രം മറുപടിയിൽ പറയുന്നു. പിന്നീട് ജൂലൈ 25-ന് ലോക്സഭയിൽ NK പ്രേമേന്ദ്രൻ MP-യുടെ ചോദ്യത്തിനും ഈ മറുപടി കേന്ദ്രം ആവർത്തിക്കുകയും ചെയ്തു. ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും മാർച്ച് മാസത്തിൽ വർദ്ധിപ്പിച്ച ഇൻസെന്റീവ് ആശമാർക്ക് ലഭിച്ചിട്ടില്ലെന്നും CITU ദേശീയ സെക്രട്ടറി CR സിന്ധു കൈരളി ന്യൂസിനോട് പറഞ്ഞു. ബജറ്റിൽ പോലും പ്രഖ്യാപിക്കാതെ, ബജറ്റ് സെഷനിൽ പോലും വ്യക്തത വരുത്താതെ അതേ കാര്യം തന്നെ ഇവിടെ പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ വ്യക്തത വരുത്തേണ്ടത് ഇത് എന്നു മുതലാണ് നടപ്പിൽ വരുത്തുക, അത് മാർച്ച് മാസം 4 മുതൽ അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് മറുപടി. അത് സഭയെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മറുപടിയും കൂടിയാണ്. ഇന്ത്യയിൽ ഒരിടത്തും ഇതുവരെ വർദ്ധിപ്പിച്ച ഇൻസെൻറ്റീവ് ലഭ്യമാകാൻ തുടങ്ങിയിട്ടില്ല. 10 ലക്ഷം ആശാ വർക്കർമാരുടെ വേതനം കൂട്ടുന്ന ഒരു നടപടിയിൽ സർക്കാർ ഒരു പത്രക്കുറിപ്പ് പോലും ഇറക്കിയിട്ടില്ല എന്നുള്ളത് ഒരു വളരെ ആശ്ചര്യജനകമായ കാര്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ കാപട്യം വ്യക്തമാക്കി രാജ്യസഭയിലെ ചോദ്യവും മറുപടിയും FB പേജിലൂടെ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പങ്കുവച്ചു. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഓഗസ്റ്റ് 18-ന് തിരുവനന്തപുരത്ത് മഹാറാലിക്ക് ആശാ വർക്കേഴ്സ് ആൻഡ് ഫെസിലിറ്റേഴ്സ് ഓഫ് ഇന്ത്യ CITU ആഹ്വാനം ചെയ്തു. കൈരളി ന്യൂസ്, ദില്ലി.